പ്രത്യേകമായി ഉടമ്പടി വിഷയങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും പ്രതീക്ഷിക്കുന്ന സാക്ഷികളാക്കി മാറ്റണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇരിക്കുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, രോഗങ്ങൾ, അതുപോലെ തന്നെ വ്യാധികൾ, അതുപോലെ തന്നെ വ്യഥകൾ, അങ്ങനെ എല്ലാം ഉടമ്പടിയിലൂടെ നമ്മൾ എല്ലാ ദിവസവും സാക്ഷ്യം കേൾക്കുന്നതാണ്. ഒരു മനുഷ്യൻ്റെ എല്ലാ വിഷയങ്ങളെയും ഉടമ്പടിയിലൂടെ ദൈവം മനുഷ്യനെ സന്ദർശിക്കുകയും അഭിമുഖീകരിക്കുകയും ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസത്തെ ഒരു സാക്ഷ്യം സിജിമോൾ നെയ്യാറ്റിൻകര, ഞാൻ ശ്രദ്ധിച്ചൊരു സാക്ഷ്യമാണ്. സിജിമോൾ എന്താ വിഷയം എന്ന് പറഞ്ഞത്, അവരുടെ ആങ്ങളെ കല്യാണം കഴിക്കണില്ല, അതാണ് വിഷയം. കല്യാണം കഴിക്കാൻ അദ്ദേഹത്തിന് തോന്നുന്നില്ല, വയസ്സിങ്ങനെ കയറി കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഒരു കാലം കഴിഞ്ഞാൽ പിന്നെ ജീവിത പങ്കാളികളെ കിട്ടാൻ പാടായിരിക്കത്തില്ലേ. പക്ഷേ ആ മനുഷ്യന് കല്യാണം കഴിക്കാൻ തോന്നണില്ല. എത്രയോ പേര് സാഹചര്യങ്ങളെല്ലാം കല്യാണം കഴിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ തോന്നണില്ല. എങ്ങനെ വയസ്സ് കയറിക്കൊണ്ടിരിക്കുകയാണ്, കുറേ വയസ്സായി. ഇതാണ് ഇവളുടെ വ്യഥ, സിജിയുടെ വ്യഥ അതാണ്. അത് വ്യഥയെന്ന് പറയാം അതിനെ. ബൈബിൾ അതിനെ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. ബൈബിൾ എന്നല്ല, ഈശോ അതിനെ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. ഈശോ എടുത്ത ആൾക്കാർ വരണത് എല്ലാ വ്യഥകളും. ഇപ്പോൾ 24 നമ്മുടെ വിശുദ്ധ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 4:24 ഒന്ന് വായിക്കാം. ശ്രുതികട്ടെ. ഹല്ലേലൂയ, ജീവന്റെ തിരുഭോജനേ ആരാധന പാടാം മാലാഖമാരൊപ്പം ജീവന്റെ തിരുഭോജനേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വായിച്ചോളൂ. മത്തായി 4:24. അവന്റെ കീർത്തി സിറിയായിലെങ്ങും വ്യാപിച്ചു, എല്ലാ രോഗികളെയും വിവിധ വ്യാധികളാലും വ്യതകളാലും അവശരായവരെയും പിശാചുബാധിതർ, അപസ്മാര രോഗികൾ, തളർവാദക്കാർ എന്നിവരെയും അവർ അവൻ്റെ അടുത്ത് കൊണ്ടുവന്നു. ഈശോ അടുത്ത് കൊണ്ടുവരപ്പെടുന്നത് മനുഷ്യൻ്റെ എല്ലാ സാഹചര്യങ്ങളുമാണ്. എല്ലാ സാഹചര്യങ്ങളും, രോഗങ്ങൾ മാത്രമല്ല, എല്ലാ സാഹചര്യങ്ങളും. ഇപ്പോൾ വ്യഥകളെന്ന് പറയുമ്പോൾ ഒരു വിഷയം നടക്കാതെ വരുമ്പോൾ നമുക്ക് ഭയങ്കരമായ വ്യഥകളാകും, ട്രബിളാകും. ഇപ്പം നമ്മുടെ വിസ പ്രോസസ്സിങ് നടക്കണില്ല, അല്ലെങ്കിൽ നമുക്ക് വിസ കിട്ടുമെന്നുള്ളതിനെക്കുറിച്ച് യാതൊരു തെളിവുമില്ല, നമ്മുടെ കയ്യിൽ നിന്ന് കാശ് പോവുകയും ചെയ്യും. അപ്പോൾ അത് വ്യഥയാണ്, ശരിക്കും അത് വ്യഥയാണ്. ഈ ദിവസങ്ങളിൽ പൊന്നി എന്നും പറഞ്ഞ് കൊല്ലത്തുനിന്നൊരു മോള് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്, യൂട്യൂബിലുണ്ട്, പൊന്നിയുടെ സാക്ഷ്യം. അത് വ്യഥയാണ്, അതും ഇതുപോലെയുള്ള പ്രശ്നങ്ങളാണ്. അപ്പോൾ മനുഷ്യൻ്റെ എല്ലാ പ്രശ്നങ്ങളെയും, അതുകൊണ്ടാണ് ക്രിസ്തു എല്ലാമാണ് എല്ലാവരിലുമാണ്. പൊന്നി എന്താ പറയണത്, എനിക്ക് ബൈബിളൊന്നും കണ്ടിട്ടില്ല, ഞാൻ ഉടമ്പടി എടുത്തിട്ടെന്നേ ഉള്ളൂ, എനിക്ക് ബൈബിൾ വായിക്കണമെന്ന് പറഞ്ഞപ്പോൾ എനിക്കത് എങ്ങനെയാണ് വായിക്കേണ്ടതെന്ന് അറിയത്തില്ല. അതുകൊണ്ട് ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് ബൈബിൾ എങ്ങനെയാണ് വായിക്കേണ്ടതെന്ന്. അപ്പോൾ എനിക്ക് കിട്ടി 13 അധ്യായം വെച്ച് വായിക്കാൻ എനിക്ക് കിട്ടി. അതാരോ ഏതോ ഒരു യൂട്യൂബിൽ ആരും അപ്ലോഡ് ചെയ്തതാണ്, ഉടമ്പടിയായിട്ട് ബന്ധമില്ല. പക്ഷെ അവർക്കറിയാൻ പാടില്ലാത്തത് കൊണ്ട് അവർ കയറി വായിച്ച്, പക്ഷെ അതിനുള്ള ഇൻട്രസ്റ്റ് അവർ കാണിച്ച്, ബൈബിൾ കേൾക്കാത്തവരും കാണാത്തവരും അത് വായിക്കാൻ വേണ്ടി, അത് എങ്ങനെ വായിക്കണം എന്ന് അറിയാൻ വേണ്ടി യൂട്യൂബിൽ സെർച്ച് ചെയ്യുകയാണ്. അപ്പോൾ 13 അധ്യായം വെച്ച് വായിക്കാൻ പറഞ്ഞു, 13 അധ്യായം വായിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ഈശോയോട് പറഞ്ഞു, ഈശോ ഞാൻ 13 അധ്യായം വായിക്കും, 13ാമത്തെ അധ്യായത്തിൽ നീ എന്നെ സഹായിക്കണം. അത് ഈശോയുമായിട്ടൊരു നമ്മുടെ ആന്തരിക ഉള്ളിലുള്ള ഒരു ഉടമ്പടിക്കുള്ളിലെ ഉടമ്പടിയാണ്. കാര്യം നമുക്ക് ഉടമ്പടി വരുമ്പോൾ ഉണ്ടാകുന്ന വിഷയം ഈശോ പ്രസൻസ് നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ നമുക്ക് നമ്മുടേതായിട്ടുള്ള ആധ്യാത്മിക ആവശ്യത്തിന് വേണ്ടി, അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഈശോ ഇടപെടേണ്ട എല്ലാ സാഹചര്യങ്ങളെ ബൈബിൾ ഉയർത്തി കാണിക്കുന്നുണ്ട്. ഇന്ന സാഹചര്യങ്ങളിൽ ഈശോ ഇടപെടും ഇന്ന സാഹചര്യങ്ങളെന്ന് പറയുമ്പോൾ നമ്മൾ കൊളോസ്യസ് 3:11 ആണ് ഉടമ്പടിയുടെ അനുഭവ തലങ്ങളുടെ ഒരു അടിത്തറയെന്ന് പറയുന്നത്. എന്താണ്?
ക്രിസ്തു എല്ലാമാണ്. വായിച്ചോളൂ. 3:11. സ്തുതിക്കട്ടെ ഹല്ലേലൂയ. കൊളോസ്യൻസ് 3:11. കൊളോസ്യസ് 3:11. ഇവിടെ ഗ്രീക്കുകാരനെന്നോ ഇവിടെ ഗ്രീക്കുകാരനെന്നോ യഹൂദനെന്നോ പരിച്ഛേദിതനെന്നോ അപരിച്ഛേദിതനെന്നോ അപരിഷ്കൃതനെന്നോ സിദിയനെന്നോ അടിമയെന്നോ സ്വതന്ത്രനെന്നോ വ്യത്യാസമില്ല. പിന്നെയോ ക്രിസ്തു എല്ലാമാണ്, എല്ലാവരിലുമാണ്. ആ സാക്ഷ്യം കിടക്കുന്നത് പൊന്നി ആൻഡ് സോധിയാണ്. രണ്ടുപേരും റിലേറ്റീവ്സ് ആണ്. അപ്പോൾ ഇവർ രണ്ടുപേരും ഒരു സ്റ്റോളിലെ അവർ ബിസിനസ് പ്രൊമോട്ടേഴ്സായിട്ട് വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഫീൽഡ് വർക്കൊക്കെ ഉണ്ട്. പക്ഷേ അതുകൊണ്ട് അവിടെ കടങ്ങളൊന്നും പരിഹരിക്കുന്നില്ല. സോധിയാണെങ്കിൽ ഹസ്ബൻഡ് ഉപേക്ഷിച്ച് പോയ ആളാണ്. അമ്മയുടെ കൂടെ താമസിക്കണം. അപ്പനും മരിച്ചുപോയി. ഇപ്പോൾ ഒരു ആണായിട്ടും തുണയായിട്ടും ആരും ഇല്ല കൂടെ. അപ്പോൾ അത് പറയുന്നുണ്ട്, എനിക്ക് ആരും ഇല്ലെന്ന് പറയുന്നുണ്ട്. 2 കുഞ്ഞുങ്ങളുമുണ്ട്. അപ്പോഴേ ഒരു ആൾക്കാരുടെ സിറ്റുവേഷൻസ് കണ്ടില്ലേ, അവർക്ക് പറയാനോ. പക്ഷേ അവരോട് ആരോ പറഞ്ഞതാണ് ഇങ്ങനെ കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുക്കുക, എല്ലാ കാര്യങ്ങൾക്കും ഒരു സമാധാനം ഉണ്ടാകുന്നു. അപ്പോൾ അവർക്ക് ഇതിനെക്കുറിച്ച് അറിയത്തില്ലല്ലോ. അവർ പറയുന്നു ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഒന്നും ഒരു ഐഡിയയും ഇല്ല. ഇപ്പം ക്രിസ്ത്യൻസിനാണെങ്കിൽ പിന്നെയും എന്തെങ്കിലുമൊക്കെ ഒരു ഐഡിയ കിട്ടും. പക്ഷേ ഇന്നലെ ഉടമ്പടി എന്ന് പറഞ്ഞാലും ഇവിടെ വന്ന് അത് എടുക്കാത്തോളം കാലം ക്രിസ്ത്യൻസിൻ്റെ കാര്യം അറിയത്തില്ലല്ലോ. അവർക്ക് പുതിയ കാര്യമല്ലേ. അപ്പോൾ അതേസമയം ഇപ്പോൾ സ്വാധിയും പൊന്നിയും വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം അവർ പറയണത് ഞങ്ങൾക്ക് അതിന് ശേഷം വല്ലാത്ത ധൈര്യം കിട്ടാൻ തുടങ്ങി. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ വിഷയങ്ങൾക്ക് അപ്പോൾ അവർ പെട്ടെന്ന് അവരുടെ ഒരു ആൻറ്റി പറഞ്ഞു, ഇപ്പോൾ കൃപാസനത്തിൽ പോകാമെന്ന് ഇവർ തീരുമാനിച്ചതേ ഉള്ളൂ. അപ്പോൾ തന്നെ അത് ആ തീരുമാനം കറക്റ്റാണെന്ന് അറിയാൻ വേണ്ടി കൺകറൻസ് വന്ന് അടുത്ത ഫോണിൽ ഒരു ആൻറ്റി പറഞ്ഞു, നിങ്ങൾക്ക് കുവൈറ്റ് സ്കൂളിലെ 2 വേക്കൻസി ഉണ്ട്, നിങ്ങൾക്ക് വേണേ അത് അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ പെട്ടെന്നുണ്ടായിരുന്ന ലൈറ്റ്നിങ് സ്പീഡും ഉണ്ട് ഇതിൻ്റെ. എന്തിനാണ് ഞാൻ ഇങ്ങനെ ഇത് ഉടമ്പടി എടുത്തുകൊണ്ടത്? നിങ്ങൾ മാത്രമല്ല, ആഗോള തലത്തിൽ 3 ലക്ഷം പേരോടാണ് ഒരാഴ്ചയിൽ 3 lakhs ആൾക്കാരാണ് ഉടമ്പടി ധ്യാനം കൂടുന്നത്. അപ്പോൾ എല്ലാവരും വ്യത്യസ്തമായ ജീവിത സാഹചര്യങ്ങളിലാണ്. അപ്പോൾ നമുക്ക് എല്ലാവരെയും ഈശോ അഡ്രസ്സ് ചെയ്യണം. ഇതിലൂടെ ഒന്ന് പ്രാർത്ഥിച്ച്, കർത്താവായ ദൈവമേ, ഈ ഉടമ്പടി ധ്യാനം കൂടുന്ന എല്ലാ ഭൂഖണ്ഡങ്ങളിലുള്ള എല്ലാവരുടെ ജീവിത പ്രശ്നങ്ങളെ, ആധികളെ, വ്യാധികളെ, വ്യഥകളെ ഞങ്ങൾ അങ്ങയുടെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. അമ്മേ പരിശുദ്ധമ്മേ, കാനായിൽ എന്നതുപോലെ എല്ലാ മക്കൾക്ക് വേണ്ടി ഈ നിമിഷം മധ്യസ്ഥം വഹിക്കണം. കൃപാസനത്തിൻ്റെ അമ്മേ, പ്രസാദപരമാതാവേ, വാഗ്ദാനപീഠകമേ, സ്വർഗീയ പൊന്മലരേ, കൃപാസനത്തിൻ്റെ അമ്മേ, പ്രസാദപരമാതാവേ, ആവേ 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 മരിയ, ആവേ 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 മരിയ, ആവേ 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 മരിയ, ആവേ 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 മരിയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ ഈ 13 ചാപ്റ്റർ വായിക്കണമെന്നാണ് അതിലെഴുതിയിരിക്കുന്നത്. അപ്പോൾ ഓരോ ദിവസവും ഓരോ ചാപ്റ്റർ പൊന്നിയും അതുപോലെ സ്വാധിയും വായിക്കുകയാണ്. ഓരോ ചാപ്റ്റർ എല്ലാവർക്കും മനസ്സിലായെന്നറിയത്തില്ല. ഫസ്റ്റ് ടൈം ദേ ടേക്കിംഗ് ബൈബിൾ, മനസ്സിലാക്കില്ലേ? അപ്പോൾ നിങ്ങൾ ആദ്യ സമയമാണ്, നിങ്ങളുടെ ജീവിതത്തിൽ ആദ്യമാണ് നിങ്ങൾ വചനം എടുക്കുന്നുണ്ടെങ്കിലും, കാര്യം വചനം എഴുതപ്പെട്ടിരിക്കുന്നത് എല്ലാവർക്കും വേണ്ടിയാണ്. സകല മനുഷ്യർക്കും വേണ്ടി ഒരുക്കിയിരിക്കുന്ന സന്തോഷത്തിൻ്റെ സദ്വാർത്ത എന്നല്ലേ ക്രിസ്മസ് മെസ്സേജ്. ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാര രഹസ്യ സന്ദേശം കൈമാറുന്നത് എങ്ങനെയാണ്?
സകല മനുഷ്യർക്ക് ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ലൂക്ക 2:30-31. ലൂക്ക 2:30-31 വായിച്ചോളൂ. എന്തെന്നാൽ പറഞ്ഞോളൂ. എന്തെന്നാൽ സകല ജനതകൾക്കും വേണ്ടി അങ്ങ് ഒരുക്കിയിരിക്കുന്ന രക്ഷ എന്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു. അപ്പൊ ശമയോൻ യേശുവിനെ കയ്യിലെടുക്കുമ്പോൾ എന്താണ് കാണുന്നത്? യഹൂദന്മാർക്ക് വേണ്ടിയോ ക്രിസ്ത്യൻസിന് വേണ്ടിയോ ഉള്ള അല്ല ക്രിസ്തു. പിന്നെ എന്താണ്? സകല മനുഷ്യർക്കും വേണ്ടി. കൈയിടിച്ച് കർത്താവിനെ സ്തുതിക്കട്ടെ. ജീവന്റെ തിരുഭോജ്യമേ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവർ, ഇത്രയും സിമ്പിളാണ്. അതായത് ഇപ്പോൾ സ്വാതിയുടെയും പൊന്നിയുടെയും വിഷയം എന്താണ്? അവർ ഈ മാർക്കറ്റിംഗ് ഷോപ്പിൽ നിന്നതുകൊണ്ട് അവിടെ 2 കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ പറ്റണില്ല. അവർക്ക് തന്നെ കടങ്ങളുണ്ട്, അത് കൊടുക്കാനും പറ്റണില്ല. കടം വീട്ടാനും പറ്റണില്ല, ഭക്ഷണം കഴിക്കാനും പറ്റണില്ല. കാര്യം കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനും പറ്റണില്ല. ഇതാണ് വ്യഥ എന്ന് പറയണത്. ഇതാണ് വ്യഥ. വ്യഥയാണ് ക്രിസ്തു അഡ്രസ്സ് ചെയ്യുന്ന ഒരു കാര്യം. രോഗങ്ങളുണ്ട്, ജീവിത പ്രശ്നങ്ങളുണ്ട്. ജീവിത പ്രശ്നങ്ങളിലൂടെ എന്തുകൊണ്ടാണ് ഞാൻ ജപ്തി നടപടിയുള്ളവരെല്ലാം എല്ലാ ദിവസവും അച്ഛനെ കാണാൻ അനുവദിക്കുന്നു എന്നതാണ്. നമുക്കൊരു ദിവസം 500-600 ഉടമ്പടി നടക്കും. ഇപ്പം ഇന്നത്തെ ആൾക്കാരെല്ലാം കാണത്തില്ല. കാണുന്ന ആരെയാണ്? മോസ്റ്റ് സീരിയസ് ആയിട്ടുള്ള ആൾക്കാരെ കാണും, ഏറ്റവും അർജൻസി ആയിട്ടുള്ള ആൾക്കാരെ കാണും. അതിൻ്റെ രേഖ ഒരു ഓഫീസിൽ കാണിച്ചാൽ കാണാൻ പറ്റും. ഞാൻ എന്താ എടുക്കുന്നത്? ഞാൻ വളരെ സിമ്പിളായിട്ട് അത് എടുക്കണേ. എന്താ കാര്യം? അത് അഷുറൻസിലുള്ളതാണ്, കർത്താവിൻ്റെ വാഗ്ദാനങ്ങളുള്ളതാണ്. ഞാൻ നിങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഞാൻ നോക്കുന്നത് ഇത് വാഗ്ദാനത്തിലുള്ളതാണോ എന്ന് നോക്കും. വാഗ്ദാനത്തിലുള്ളതാണെങ്കിൽ നമുക്ക് അവകാശമുണ്ടാകും. മനസ്സിലായില്ലേ? അതാണ് വിഷയം. വാഗ്ദാനത്തിലുള്ളതാണെങ്കിൽ അവകാശമുണ്ട്. ഇപ്പോൾ വ്യഥകളെ ആശ്വസിപ്പിക്കുന്നത് വാഗ്ദാനത്തിലുള്ളതാണ്. അതിനുവേണ്ടി വാഗ്ദാനങ്ങളുടെ സാകല്യമാണ് ജീസസ്. 1 കൊരിന്ത്യർ 1:20 വായിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. സകല വാഗ്ദാനങ്ങളും ക്രിസ്തുവിൽ അതേ എന്ന് തന്നെയാണ്. ജീവന്റെ തിരുഭോജ്യമേ ആരാധന പാടം മാലാഖമാർക്കും ജീവന്റെ തിരുഭോജ്യമേ. ഓ ദിവ്യമാ സ്നേഹമേ, ഓ ദിവ്യകാരുണ്യമേ, ഓ ദിവ്യമാ സ്നേഹമേ, ഓ ദിവ്യകാരുണ്യമേ. 2 കൊരിന്ത്യർ 1:20 വായിച്ചോളൂ. ദൈവത്തിന്റെ സകല വാഗ്ദാനങ്ങളും പറഞ്ഞ ദൈവത്തിന്റെ സകല വാഗ്ദാനങ്ങളും ക്രിസ്തുവിൽ അതേ എന്ന് തന്നെ. അതുകൊണ്ട് തന്നെയാണ് ദൈവമഹത്വത്തിന് അവൻ വഴി ഞങ്ങൾ ആമേൻ പറയുന്നത്. അതായത് സകല വാഗ്ദാനം, ഒരു മനുഷ്യൻ്റെ മെയിൻ ഫിസിക്കാലിറ്റി ആൻഡ് സ്പിരിച്വാലിറ്റി, അവൻ്റെ ആത്മീയതയും അവൻ്റെ ഭൗതികതയും മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടി ദൈവം കൊടുക്കുന്ന ഇൻസെൻറ്റീവാണ് വാഗ്ദാനങ്ങൾ. ഇൻസെൻറ്റീവ് അല്ല, അതൊരു പാക്കേജാണ്. ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ഇന്ന കാര്യങ്ങൾ കൊണ്ടൊക്കെ ഫിസിക്കാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാം. ഇപ്പോൾ എന്താ, നിനക്ക് ജോലി പഠിക്കണത് എന്തിനാണ്? നിനക്ക് ജോലി കിട്ടാൻ എന്തിനാണ്? പണം കിട്ടാൻ എന്തിനാണ്? വീട് വെക്കാൻ എന്തിനാണ്? നീ സുരക്ഷിതമായിട്ട് അവിടെ താമസിക്കാൻ. അപ്പോൾ ഇങ്ങനെ എല്ലാം ഈ ബേസിക് നീഡ്സ് എല്ലാം സകല വാഗ്ദാനങ്ങളുടെ കൂട്ടത്തിലുള്ളതാണ്. ബേസിക് നീഡ്സ് എല്ലാം മനുഷ്യൻ്റെ. ഇപ്പോൾ ചില പറയല്ലേ സമ്പത്തിൻ്റെ സുവിശേഷമാണ്, അത് സുവിശേഷമല്ല. കുരിശിൻ്റെ സുവിശേഷമാണ്, കുരിശ് സുവിശേഷം എന്നൊക്കെ പറഞ്ഞ് കുറേ ആൾക്കാർക്ക് പറയത്തില്ലേ. പക്ഷേ ഇതെല്ലാം കൂടിയതാണ് സുവിശേഷം. സകല മനുഷ്യരെ ഉദ്ദേശിക്കുമ്പോൾ ആത്യന്തികമായിട്ട് ആത്മരക്ഷയാണെന്നുണ്ടെങ്കിലും അനുദിന ജീവിതത്തിൻ്റെ എല്ലാ മനുഷ്യൻ്റെ അവസ്ഥകളെയും സുവിശേഷം അഡ്രസ്സ് ചെയ്യുന്നത് കൊണ്ടാണ് യേശു എക്കാലവും എല്ലാവർക്കും രക്ഷകനായി ഏത് ദിവസവും അനുഭവവേദ്യമാകുന്നത്. കൈയടിച്ച് കർത്താവിനെ ശ്രദ്ധിക്കട്ടെ. ആരാധന പാടം മാലാഖമാർക്കും ജീവന്റെ തിരുഭോജ്യമേ.
God. ആകയാൽ രക്ഷ നിന്റെ അധരത്തിലുണ്ട്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന. യേശുവേ മഹത്വം. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അല്ല, ക്രിസ്തുവിനെ സ്വീകരിക്കുന്നത് എന്തുമാത്രം ഇപ്പം അസ്വാധിക്കും അതുപോലെ പൊന്നിക്കും. എത്ര സിമ്പിളാണ്. അവൾ ഉടമ്പടിയുടെ അകത്തൊരു ഉടമ്പടി ചെയ്യുകയാണ്. എന്താണ്? ഞാൻ 13 അധ്യായങ്ങൾ വായിക്കും. 13 അധ്യായങ്ങൾ വായിക്കുമ്പോൾ 13ാമത്തെ ദിവസം എനിക്ക് നീ വിശ്വാസം തന്നെ. അവളുടെ അവസ്ഥ അതാണ്. എന്താ പ്രശ്നം വെച്ചാൽ പാർട്ടിയുടെ പേരൊക്കെ എല്ലാം കുഴപ്പത്തിൽ കിടക്കുകയാണ്. പാസ്പോർട്ട് കിട്ടാനുള്ള യാതൊരു സാധ്യതയില്ല. കാര്യം നമുക്കറിയാമല്ലോ, പാസ്പോർട്ടിന് ഒരു ഡോർമൻ ടൈം എടുക്കുമല്ലോ എപ്പോഴും. പക്ഷെ അത്രയും ടൈം ഇല്ല. വേറെ ആൾക്കാർ അതിൻ്റെ അകത്ത് കയറിപ്പോവും. സ്കൂളിലെ 2 വേക്കൻസിയാണ്. സ്യൂപ്പേഴ്സ് വേക്കൻസിയാണ്, പക്ഷേ നല്ല കാശ് കിട്ടും. അപ്പോൾ ഇവിടെ ഈ കടയുടെ അകത്ത് കയറി നിന്ന് വേര് പിടിച്ച് ജീവിതം കളയേണ്ട കാര്യമില്ല. അപ്പോൾ പിടിവള്ളി കിട്ടിയിരിക്കുന്നതാണ്. ആ പിടിവള്ളിയെ കൂടി പതുക്കെ കയറുമ്പോഴേ കർത്താവുമായിട്ട് ഉള്ളിൻ്റെ അകത്ത് ഉടമ്പടിയുടെ അകത്ത് ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. റോമ 10:8 ഒന്ന് പറഞ്ഞ റോമ 10:8 പറഞ്ഞോളൂ. വചനം നിനക്ക് സമീപസ്ഥമാണ്. വചനം നിനക്ക് സമീപസ്ഥമാണ്. വചനം നിനക്ക് സമീപസ്ഥമാണ്. നിന്റെ അധരത്തിലും നിന്റെ നിന്റെ ഹൃദയത്തിലും അതുണ്ട്. ഞങ്ങൾ പ്രസംഗിക്കുന്ന വിശ്വാസത്തിന്റെ വചനം തന്നെ. ഇപ്പൊ ഒന്നിന് പറഞ്ഞേ, ഒന്ന് വചനം നിനക്ക് സമീപസ്ഥമാണ് പറഞ്ഞേ. വചനം നിനക്ക് സമീപസ്ഥമാണ്. ദാറ്റ് മീൻസ് വചനം നിനക്ക് സമീപസ്ഥമാണെന്ന് പറയുമ്പോൾ ബൈബിൾ എഴുതിയിരിക്കുന്ന വചനം എന്നല്ല എൻ്റെ അർത്ഥം. വചനം ക്രിസ്തുവാണ്. ക്രിസ്തു നിനക്ക് സമീപസ്ഥമാണ്. കൈയടിച്ച് കർത്താവിനെ സ്തുതിക്കുക. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന. കൂടെ തീർന്നവനേ, എന്നും കൂടെ